കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വളരെ കൃത്യതയോടെ നിരീക്ഷിക്കുന്ന 3 പേർ. ഒന്ന് ഡോക്ടർ ജെ പ്രഭാഷ് ആണ്, മുൻ PVC കേരള സർവകലാശാല ഡോക്ടർ ജെ പ്രഭാഷ്. മറ്റൊന്ന് മോഹൻ വർഗീസ് ആണ്, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ്. മറ്റൊന്ന് ഡോക്ടർ ജി ഗോപകുമാർ ആണ്, കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ. ഇവർ മൂന്ന് പേര് ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ, ഈ വരുന്ന ഇലക്ഷനെ ഇവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വളരെ രസാവഹമാണ്, അല്ലെങ്കിൽ വളരെ കൗതുകകരമാണ് ഇവരുടെ നിരീക്ഷണങ്ങൾ. ആദ്യം ഡോക്ടർ ജെ പ്രഭാഷ് പറയുന്നു, നേട്ടവും കോട്ടവും. അതായത് കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയ വികസനം വിലയിരുത്തുന്നതിനൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും വിവിധ മേഖലകളിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകളും പരിശോധിക്കപ്പെടും. ഇതൊരേ സമയം ഭരണാനുകൂലവും ഭരണവിരുദ്ധവുമായ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും ഭരണ അനുകൂല വികാരവും, അങ്ങനെ 2 തരത്തിലുള്ള, ഒന്ന് ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്തുണ്ട്, അതേ സമയത്ത് തന്നെ ഇവിടെ ഭരണത്തിന് അനുകൂലമായ ഒരു വികാരവുമുണ്ട്. അത് രണ്ടും പ്രതിഫലിക്കുമെന്നാണ് ജെ പ്രഭാഷ് പറയുന്നത്. ഇനി മുന്നണികളിലെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നു, മുന്നണികളിലെ രൂക്ഷമായ പടലപ്പിണക്കങ്ങളും കൂറുമാറ്റങ്ങളും വോട്ടിങ്ങിനെ സ്വാധീനിക്കും. പതിവില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെങ്കിൽ കോൺഗ്രസിൽ പതിവ് കലാപങ്ങൾ തുടരുന്നു. അതാണ് കോൺഗ്രസിൽ പിന്നെ സ്ഥിരം ഈ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള അടിപിടികളൊക്കെ കോൺഗ്രസിൽ വളരെ സ്വാഭാവികമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്തവണ പതിവിൽ നിന്ന് വിഭിന്നമായി ജി സുധാകരൻ ഉൾപ്പെടെയുള്ള, ഐഷ പൊറ്റി ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കൾ പടിയിറങ്ങുന്നു എന്നുള്ള, കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീരസഖാക്കൾ, അല്ലെ, സംശുദ്ധരായ സഖാക്കൾ CPM-നോട് വിട പറയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ആഘാതമാണ് പാർട്ടിക്ക്. അത് ജയപ്രഭാഷ് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. BJP-യും ഇതിൽ നിന്ന് തീരെ മുക്തമല്ല. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ തന്നെ സീറ്റിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന നിർലജ്ജമായ ചെയ്തികൾ ജനം ശ്രദ്ധിക്കും. ഇതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നേതൃത്വം. അടിക്കടിയുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ശേഷിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഏത് മുന്നണിക്കാണ് എന്നത് സുപ്രധാനമാണ്. ഇതിന്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ ദേശീയ രാഷ്ട്രീയം. ഈ മുന്നണികളിൽ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ പാർട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ സമചിത്തതയോടെ എങ്ങനെയാണ് നേതൃത്വം ഇത് പരിഹരിക്കാൻ വേണ്ടി പോകുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് മോഹൻ വർഗീസ് പറയുന്നത് എന്താണെന്നറിയോ? ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന അഴിമതി, ആചാര സംരക്ഷണ വിഷയത്തിൽ നിലപാടെടുക്കാതെ കോടതിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന ഗതികേട് എന്നിവയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ. പക്ഷേ ഈ സർക്കാർ വിരുദ്ധ വികാരം UDF-ലേക്കും BJP-യിലേക്കും രണ്ടായി ചിതറിപ്പോയാൽ അത് LDF-ന് ഗുണകരമാകാനും സാധ്യതയുണ്ട്. വളരെ കൃത്യമായ നിരീക്ഷണമാണ് മോഹൻ വർഗീസിന്റേത്, അല്ലെ? അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് മുഖ്യമെന്നാണ് മോഹൻ ജോസഫ് പറയുന്നത്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഈ അഴിമതിക്കെതിരായ, ഈ കാട്ടുകൊള്ളക്കെതിരായ വികാരം LDF-ൽ നിന്ന് കുറെ വോട്ടുകൾ UDF-ലേക്കും കുറെ വോട്ടുകൾ BJP-യിലേക്കുമാണ് ചിതറിപ്പോവുക. അപ്പോൾ ചിലപ്പോൾ LDF-ന് ഗുണം ലഭിച്ചേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. പിന്നീട് പറയുന്നു, നേതൃത്വം. VD സതീശന്റെ പുതുയുഗയാത്ര സൃഷ്ടിച്ച ചലനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീന ഘടകമാണ് എങ്കിലും ഒരേ സമയം 3 പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്ന വാർത്തകൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. മറുവശത്ത് പിണറായി വിജയൻ എന്ന ഒറ്റയാളെ മുന്നോട്ട് വെക്കാൻ LDF-ന് കഴിയുന്നു. രണ്ടും പ്രശ്നമാണ്. അതായത് LDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളില്ല. ഞാൻ മരുമാനെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ, മരുമാനാണ് അടുത്ത ആള്. അതേസമയം UDF-നാവട്ടെ സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല അല്ലെങ്കിൽ KC അല്ലെങ്കിൽ സുധാകരേട്ടൻ, അതും അല്ലെങ്കിൽ ശശി തരൂർ, അങ്ങനെ നിരവധിയായ നേതാക്കളാണ് UDF-നുള്ളത്. ഇനി ഡബിൾ എഞ്ചിൻ വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള BJP-യുടെ വോട്ടു തേടൽ നഗരമേഖലകളിൽ അവർക്ക് അനുകൂലമായ ചലനം ഉണ്ടാക്കാമെന്നാണ് മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ 2 കേരള സന്ദർശനങ്ങളിലും കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. കേന്ദ്ര ബജറ്റിലാണെങ്കിൽ കേരളത്തെ തഴയുകയും ചെയ്തു. വികസനം പറഞ്ഞ് വോട്ട് തേടുന്ന BJP-ക്ക് ഇത് തിരിച്ചടിയാണ് എന്നാണ് മോഹൻ വർഗീസ് പറയുന്നത്. ഇനി ജി ഗോപകുമാർ പറയുന്നത് വിലക്കയറ്റമാണ് ഏറ്റവും പ്രധാന പ്രശ്നമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ സേവനങ്ങൾക്ക് മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങൾക്കും അമിതമായ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രവാസികളുടെ സംഭാവനയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും 29% തൊഴിലില്ലായ്മ നാട്ടിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഈ സാഹചര്യത്തിൽ വിലക്കയറ്റം തീർച്ചയായും ജനങ്ങളുടെ വിധിയെഴുത്തിനെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അപ്പം വിലക്കയറ്റം സ്വാധീനിച്ചു കഴിഞ്ഞാൽ LDF-ന് നല്ല കനത്ത നഷ്ടമായിരിക്കും, കനത്ത തിരിച്ചടിയായിരിക്കും. അഴിമതി. ഭരണകക്ഷിയിലെ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതി വെല്ലുവിളി തന്നെയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, അടിസ്ഥാന വികസനം, ക്ഷേത്രഭരണം എന്നീ മേഖലകളിൽ ഇത് പ്രകടമാണ്. സേവന മേഖലകളിൽ ഭരണകക്ഷികളുടെ അമിത സ്വാധീനവും അഴിമതിയും ക്രമസമാധാന തകർച്ചയും വലിയ സ്വാധീനം ഉണ്ടാക്കും. ജി ഗോപകുമാർ ചൂണ്ടിക്കാട്ടുന്നത് LDF-ന്റെ തകർച്ച തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വികസന മേഖലയിൽ തീർച്ചയായും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പൂർത്തിയാക്കിയ പല പദ്ധതികളുമുണ്ട്.
കിഫ്ബി ഫണ്ട് വഴി കൊണ്ടുവന്ന വികസന പദ്ധതികളുമുണ്ട്. വികസന മേഖലയിലെ സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങളെ നിശ്ചയമായും സ്വാധീനിക്കും. അപ്പൊ LDFനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല, അതുണ്ട്. അതേ സമയത്ത് തന്നെ ഇവരുടെ അഴിമതി, ഇവരുടെ കൊള്ള, വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രകടമായി സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പോലെ ഇതന്നെ ധാരാളം വായിക്കും. ഒരു ദിവസം മുഴുവൻ വായിച്ചാലും തീരാത്തത്ര ഇലക്ഷൻ വിശേഷങ്ങളാണ് മലയാള മനോരമ അങ്ങനെ എന്താ പറയാ, ഇരുന്നും കിടന്നും ചരിഞ്ഞും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റിയ വിശേഷങ്ങളാണ് മലയാള മനോരമ. ഞാൻ മലയാള മനോരമയോട് എന്താ പറയാ, ഹൃദയത്തിലേറ്റുകയാണ് കേട്ടോ, അല്ലാതെ ഒരു രക്ഷയില്ല. സഖാക്കന്മാര് മലയാള മനോരമ കള്ളത്തരം പറയുന്ന പത്രമാണെന്നൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ വായിക്കണം കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോകും. നാടുവാഴുന്ന അരാജകത്വം പിണറായി വിജയന് സ്തുതി പാടുന്നവർ വായിക്കേണ്ട ഒരു എഡിറ്റോറിയലാണ് കേട്ടോ. ഞങ്ങൾ നമ്പർ വൺ, നമ്മളെ തന്നെ വീണ്ടും വരുത്തണം, കേരളം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്നൊക്കെ വാഴ്ത്തുപാട്ട് പാടുന്നവർ വായിച്ചിരിക്കേണ്ട എഡിറ്റോറിയലാണ്. നാട് വാഴുന്ന അരാജകത്വം, സംസ്ഥാനത്തെ ക്രമസമാധാനം കത്തിമുനയിൽ നിൽക്കുന്നു. പട്ടാപ്പകൾ ദേശീയപാതയിൽ കാറിൽ നിന്ന് കൊലക്കേസ് പ്രതിയായ യുവാവിനെ വലിച്ചിറക്കി വെട്ടിക്കൊല്ലുന്ന നാട്ടിൽ ക്രമസമാധാനം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയെന്നാണ് മനോരമ ചോദിക്കുന്നത്. ശരിയല്ലേ? പരിഷ്കൃതമെന്നും സംസ്കാര സമ്പന്നമെന്നും സാക്ഷരരെന്നുമൊക്കെ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി ക്രൂരതയുടെ ചോരച്ചാലുകൾ ഒഴുകുന്നതാണ് നാം കാണുന്നത്. ആവർത്തിക്കുന്ന കൊലപാതകങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും കേരളത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പോലീസ് സംവിധാനങ്ങൾ സദാ സജീവമെന്ന് കരുതുന്ന ഭരണശിലാകേന്ദ്രമായ തിരുവനന്തപുരത്ത് പോലും മോഷ്ടാക്കളുടെ തേർവാഴ്ചയാണെന്ന് വിളിച്ചു പറയുന്നതായി തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ വാസസ്ഥലമായ കവടിയാർ കൊട്ടാരത്തിലുണ്ടായ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോയെന്ന പരാതി പുറത്തു വന്നത് ഇന്നലെയാണ്. രത്നവും വജ്രവും സ്വർണവും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിൽ മോഷ്ടിക്കപ്പെട്ടുവെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയില്ലായ്മയും അരക്ഷിതാവസ്ഥയും എത്രമേൽ ഭയാനകമാണെന്ന് തുടർച്ചയായ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കേരളം എത്രമാത്രം അരക്ഷിതമായ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഉത്തരേന്ത്യയിൽ ഒന്നും ജീവിക്കാൻ പറ്റാവുന്ന സ്ഥലം കേരളമാണ്. കേരളത്തിലെ ശാന്തി, കേരളത്തിലെ സമാധാനം, ആൾക്കാരൊക്കെ ഇങ്ങനെ കേരളത്തിലേക്ക് ഒഴുകുകയാണെന്ന് പറയുന്നത്. പക്ഷേ കേരളം എത്രമാത്രം ഭയാനകമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയലാണ് മലയാള മനോരമ. ഈ മലയാള മനോരമയാണ് ഇന്നിറങ്ങിയ പത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണലായിട്ട്. കണ്ടില്ലേ, ഇങ്ങനൊരു പേജ് ഉണ്ടല്ലോ. ഇതാണ് മലയാള മനോരമയുടെ 1ാം പേജ്. വിധി അല്ലേ, വിധി, നാം വരയ്ക്കും വിധി. ഇത് വായനക്കാർക്ക് ഒരു കളിയൊക്കെയാണ്. സാധാരണ മലയാള മനോരമ അങ്ങനെയാണല്ലോ. അതിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അതായത് 140 മണ്ഡലങ്ങളുടെ ചിത്രമാണ് കേട്ടോ. അതായത് മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള 140 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും 2011 ആരാണ് ജയിച്ചത്, 2016 ആര്, 2021 ആര്, 2026 ബ്ലാങ്ക് ആയി വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അപ്പൊ 140 മണ്ഡലങ്ങളിലും കഴിഞ്ഞ 3 തവണ ഏത് മുന്നണിയായിരുന്നു ജയിച്ചത്, 4ാം തവണ ഏത് മുന്നണിയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് രേഖപ്പെടുത്താവുന്ന, ഒരുപക്ഷെ ഇത് സൂക്ഷിച്ചു വെക്കാവുന്ന, അടുത്ത മാസം 9ാം തീയതി വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത മാസം മെയ് മാസം 4ാം തീയതി റിസൾട്ട് അറിയുന്ന അന്ന് വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു വളരെ ഹൈലി പ്രൊഫഷണലായ ഒരു പേജാണ് ഈ പേജ് മലയാള മനോരമയുടെ. അത് കഴിഞ്ഞിട്ട് മലയാള മനോരമയുടെ മറ്റൊരു 1ാം പേജാണ് പരസ്യ പ്രചാരണം. 23 ദിവസം മാത്രം വോട്ടോട്ടം. ഇനി ഓട്ടമാണ് അല്ലേ. ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന മാതിരി ഇതൊരു വോട്ട് പാച്ചിലാണ്, വോട്ടോട്ടം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM-ഉം CPI-യും കോൺഗ്രസിന്റെ ആദ്യ പട്ടിക ഇന്ന് വരുന്നു, BJP-യുടേത് നാളെ. വളരെ രസകരമായ ഒരു പടമുണ്ട്. പിണറായി വിജയൻ കുറെ കാലത്തിന് ശേഷം ചിരിക്കുകയാണ്. KC വേണുഗോപാലിന്റെയും K സുരേന്ദ്രന്റെയും ഒക്കെ കൈ പിടിക്കാൻ ഇങ്ങനെ ആഞ്ഞുകൊണ്ട് ഒരു മൂന്ന് എന്താ പറയാ, പരസ്പരം കൊത്തിക്കീറുന്ന 3 പാർട്ടികൾ ഇതാ നല്ല ഹൃദയം തുറന്ന് ചിരിക്കുന്നു. അതിന് കൂടെ കവടിയാർ കൊട്ടാരത്തിൽ വൻ കൊള്ള, 2 കോടിയുടെ ആഭരണങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ മലയാള മനോരമ 1ാം പേജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മലയാള മനോരമയുടെ അപ്പോൾ 1ാം പേജ്. അതിന്റെ ഞാൻ വാർത്തകളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അതിന്റെ ഒരു പേജിന്റെ ഒരു ഭംഗി കാണിച്ചതാണ്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു പേജ് ഇതായിരുന്നു. ഒരു സെൻട്രൽ സ്പ്രെഡാണ്. മലയാള മനോരമയുടെ പത്രാധിപ സമിതി അംഗങ്ങളെ എത്ര
എന്താ പറയാ, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ. ഈ 4-ാം പേജ് 5-ാം പേജും കൂടി ചേർന്നത് ജനഗണമനം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ്? നമ്മുടെ കാരശ്ശേരി മാഷ്, കൽപ്പറ്റ നാരായണ മാഷ്, ജോയ് മാത്യു, KP സുധീരനുണ്ട്, അതാ കവി ഗോപി, പിന്നെ ആരപ്പാ ആ രണ്ടാൾക്കാരെ എനിക്കറിയില്ല. അതായത് വിസിൽ മുഴങ്ങി ഇതാ കിക്ക് ഓഫ്, വിസിൽ മുഴങ്ങി ഇതാ കിക്ക് ഓഫ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിസിൽ ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. 13 മണ്ഡലങ്ങൾ അടങ്ങിയ ജില്ലയിലെ ടർഫിൽ ആരൊക്കെ ജയിച്ചു കയറും? കഴിഞ്ഞ സീസണിൽ 11 മണ്ഡലങ്ങളിൽ ഗോൾമഴ തീർത്ത LDFന് ഇത്തവണ ഈ കപ്പ് നിലനിർത്തണം. വാമപ്പ് മാച്ചുകളായ ലോക്സഭാ, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ അട്ടിമറി ചെയ്യാൻ തൂക്കിയ UDFന് കപ്പ് തിരിച്ചെടുക്കണം. അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് NDAയും കൂട്ടുകെട്ടുന്നു. ഏപ്രിലിലെ പൊരുവെയിലിൽ മത്സരം കടുക്കുമ്പോൾ ജില്ലയിലെ ജനകീയ ഗ്യാലറി ആർക്കൊപ്പം നിൽക്കും? മുന്നണികളെ നയിക്കുന്നവർ പന്തിന് ചുറ്റും അണിചേരുന്നത് ആർട്ടിസ്റ്റിന്റെ ഭാവനയിൽ. മത്സരത്തിൽ നിയമവും നീതിയും പാലിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുകയാണ് വിവിധ മേഖലകളിലെ പ്രമുഖരായ കൽപ്പറ്റ നാരായണൻ, MN കാരശ്ശേരി, ജോയ് മാത്യു, രോഹൻ കുന്നുമ്മൽ, BM സുധീര, PK ഗോപി, മിന്നുമണി, ജിൻസൺ ജോൺസൺ എന്നിവർ. ഇതില് 2021 നിയമസഭ മണ്ഡലം, അതായത് കോഴിക്കോടിന്റെ ചിത്രമാണ്. 2021 നിയമസഭയില് ഓരോ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകൾ, അതിന്റെ ഡീറ്റെയിൽസ്. 2024 ലോക്സഭയിൽ കിട്ടിയത്, അത് ലോക്സഭ തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ കണക്കാക്കുമ്പോൾ കിട്ടിയ വോട്ടുകൾ. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ, അത് നിയമസഭാ മണ്ഡലങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ കിട്ടിയ വോട്ടുകൾ. മണ്ഡലത്തിന്റെ ചിത്രം ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളെയും സംബന്ധിച്ച് ഇങ്ങനെ അതാത് ജില്ലകളിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പേജുകൾ ഇറക്കിയിട്ടുണ്ടാവും. ഗംഭീര പേജാണ് കേട്ടോ. ഇത് നമുക്കൊരു എൻസൈക്ലോപീഡിയ പോലെ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാം, റെഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. ഇത് അടുത്തത് ഒരു സെൻട്രൽ സ്പ്രെഡ്. കേരളാംഗം കടുത്ത പോരാട്ടത്തിന് 3 മുന്നണികളും കച്ചകെട്ടുമ്പോൾ ജില്ലകളിലെ സ്ഥിതി എങ്ങനെ? ഓരോ ജില്ലകളിലെയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. ഞെട്ടിക്കുമോ കോഴിക്കോട്? പുതുചരിത്രമാകുമോ വയനാട്? തലപ്പൊക്കത്തിൽ കണ്ണൂർ, കുടമാറുമോ തൃശൂർ, കളം മാറാതെ എറണാകുളം. അങ്ങനെ ഓരോ ജില്ലകളുടെയും ട്രെൻഡ്. കപ്പലിൽ കയറാൻ വേണ്ടിയിട്ട് പുതിയ കപ്പലിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. നിർണായകം അങ്ങോട്ടോ ഇങ്ങോട്ടോ, ആര് ഭരിക്കും കേരളം? അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയം നിശ്ചയിച്ച മണ്ഡലങ്ങൾ 26 എണ്ണമാണ്. ആ 26 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ 5000-ൽ കുറവ് വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് LDFനാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ മാറാമെന്നാണ് പറയുന്നത്.